ഫ്രണ്ട്സ്, നമ്മളിന്ന് സൂപ്പർ ഒരു നെത്തോലി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ നെത്തോലിയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മസാല ചേർക്കുന്നത് പോലെ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. അധികം മുളക് പൊടി യൂസ് ചെയ്യേണ്ട. മുളക് പൊടി അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാകും. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ നെത്തോലിയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കട്ടക്കായ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് വറുത്തെടുക്കുക. അല്ലെങ്കിൽ അച്ചാറിടുമ്പോൾ അത് അലിഞ്ഞു വരാൻ നല്ല പാടായിരിക്കും. അപ്പോൾ ഈ അച്ചാറിലേക്ക് ഇടാനായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, നമ്മുടെ കുരുമുളക് പൊടി, ഉലുവ, മുളക് പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും മുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ വെളുത്തുള്ളിയും മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് മുളക് ഇടുക. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടുക. ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ചാണ് ഞങ്ങളിതിൽ മുളക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വേണമോ അത്രയ്ക്കും ആഡ് ചെയ്യുക മുളക്. നെത്തോലി പൊരിച്ചിട്ട് ബാക്കി വന്ന എണ്ണയുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയത് ഈ ഒരു പരുവായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ചാറ് വേണമെന്നുള്ളവർ മാത്രം വെള്ളം ചേർത്താൽ മതി. അല്ല ഡ്രൈ ആയിട്ടിരുന്നാൽ മതിയെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല. നന്നായിട്ട് ഇച്ചിരി കുറച്ച് ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അച്ചാറിനുള്ള മസാലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീൻ വറുത്തിട്ട് ബാക്കി വന്ന കുറച്ച് എണ്ണയും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി അധികം നെത്തോലി എടുത്തിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇഞ്ചി വറുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വറുത്ത് വെച്ചിരുന്നതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നെത്തോലി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ കാണിക്കുന്നത് എന്തുവാണെന്നറിയാവോ? നമ്മൾ കായം അതിനകത്ത് ഇട്ട് വറുത്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കട്ടക്കായം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് ഈ നെത്തോലി പൊഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്തിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. അത് നന്നായിട്ട് കൈവച്ച് പൊട്ടിച്ചിട്ട് എടുത്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതുപോലെ കട്ടയായിട്ട് കിടക്കും. ഇതിപ്പോൾ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് അലിഞ്ഞു പൊക്കോളും. ഇനി നമുക്ക് ഈ നെത്തോലി വറുത്തത് കുറച്ചിട്ട് നന്നായിട്ട് ആ മസാലയിൽ നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. നെത്തോലി മൊത്തമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ മസാലയും നെത്തോലി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ നെത്തോലി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.